എന്താ മോനെ ജോലിയൊന്നും ആയില്ലേ? എന്താ മോളെ കല്യാണമൊന്നും ആയില്ലേ? നീ കല്യാണം കഴിഞ്ഞതാണെങ്കിൽ എന്താ മോളെ വിശേഷമൊന്നും ആയില്ലേ? നാട്ടിൻ പുറത്ത് വില്ലേജുകളിൽ വളരെ കോമൺ ആയിട്ടുള്ള ഒരു ചോദ്യമാണിത്. 20 വയസ്സ് കഴിഞ്ഞ ആൺപിള്ളേരും പെൺപിള്ളേരും സ്ഥിരം നേരിടുന്ന ചോദ്യം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ആൺപിള്ളേരും പെൺപിള്ളേരും ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, പരിചയക്കാർ ദൂരെ നിന്ന് വരുന്നത് കണ്ട ഉടൻ തന്നെ ഇവർ വഴിമാറി നടക്കും. കല്യാണങ്ങൾക്ക് പോകാറില്ല. അതുപോലെ പബ്ലിക് ഒത്തുകൂടുന്ന ഒരവസരങ്ങളിലും ഇവരെ കാണാൻ കിട്ടാറില്ല. ഇവർ ഒളിച്ചു നടക്കും. കാരണം ഈ ചോദ്യങ്ങളെ പേടിയാണ്. ഇതിനുള്ള മറുപടി അവർക്ക് അറിയില്ല. ജോലിക്ക് ശ്രമിക്കുന്നുണ്ടാവും, കല്യാണം ആലോചന നടക്കുന്നുണ്ടാവും, പക്ഷേ കല്യാണം നടക്കുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. ജോലിക്കുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്, വിജയിക്കുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ ഈ ആൾക്കാർ ചോദിക്കുന്നത്, മോനെ അന്നൊരു പരീക്ഷ എഴുതിയായിരുന്നല്ലോ, അതിന്റെ റിസൾട്ട് എന്തായി? PSC ഒന്നും എഴുതുന്നില്ലേ മോൻ? മോളെന്താ, മോളുടെ ജാതകത്തിന് വല്ല പ്രശ്നമുണ്ടോ? എന്താ പൊരുത്തം ചേരുന്നില്ലേ? അതോ നല്ല പയ്യന്മാരെ കിട്ടുന്നില്ലേ? ആകെ വേവലാതെയാണ് ഇവർക്ക്. ഇവരെയൊക്കെ നേരിടാനുള്ള ഒരു ഒറ്റമൂലിയുണ്ട്, ഒരു സിമ്പിൾ വഴിയുണ്ട്. ഒരല്പം തൊലിക്കട്ടി നിങ്ങൾക്ക് വേണമെന്നേ ഉള്ളൂ. ആ തൊലിക്കട്ടി ഈ ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, എന്താ മോനെ ജോലിയൊന്നും ആയില്ലേ, അല്ലെങ്കിൽ എന്താ മോളെ ജോലിയൊന്നും ആയില്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ അവരോട് പറയുക, ചേട്ടാ അല്ലെങ്കിൽ ചേച്ചി അല്ലെങ്കിൽ അങ്കിളെ അല്ലെങ്കിൽ ആൻറ്റി, ഒരു 5 ലക്ഷം രൂപ എനിക്ക് കടം വേണം. കാരണം ഒരു സ്റ്റാർട്ടപ്പ് മിഷന്റെ ലോൺ ശരിയായിട്ടുണ്ട്. അതിന് 10 ലക്ഷം രൂപയാണ് കിട്ടിയത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എമൗണ്ട് പറയാം, അത്രയാണ് കിട്ടിയത്. ഇനി ഒരു 5 ലക്ഷം രൂപയും കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു ബിസിനസ് തുടങ്ങാൻ പറ്റും. പ്രധാനമന്ത്രിയുടെ പുതിയ പദ്ധതി അനുസരിച്ച് ബിസിനസ് എനിക്ക് തുടങ്ങാൻ പറ്റും. പക്ഷേ എനിക്കൊരു 5 ലക്ഷം രൂപയും കൂടെ വേണം. നിങ്ങളൊന്ന് തന്ന് സഹായിച്ചാൽ മതി, എനിക്ക് ആ പരിപാടി തുടങ്ങാൻ പറ്റും. അപ്പോൾ അവർ എന്തെങ്കിലുമൊക്കെ ഒഴിവൊഴിവ് പറയും. അവർക്ക് അതിനുള്ള കഴിവില്ലെങ്കിൽ അവരത് പറയും. എന്ത് പറഞ്ഞാലും നിങ്ങൾ അവരെ വിടരുത്. ഒരൊറ്റത്തവണ ചോദിച്ച് നിർത്തരുത്. പറ്റിയാൽ അവരും നിങ്ങളുമുള്ള ഗ്രൂപ്പിൽ ഇതേ ചോദ്യം ചോദിക്കുക. അവർ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുമല്ലോ. ഇവർ മിക്കവരും ഗുഡ് മോർണിംഗ് 2 പൂക്കളും ചേർത്ത് ഗുഡ് മോർണിംഗ് ഇടുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഒരു സൂര്യനും 2 ചന്ദ്രക്കലയൊക്കെ ചേർത്ത് സുപ്രഭാതം ഇടുന്നവരായിരിക്കും. എന്തിട്ടാലും അതിൻ്റെ അടിയിൽ പോയി ചോദിക്കുക, ചേട്ടാ അല്ലെങ്കിൽ ചേച്ചി അല്ലെങ്കിൽ അങ്കിളെ അല്ലെങ്കിൽ ആൻറ്റി, ഞാൻ ചോദിച്ച കാശിൻ്റെ കാര്യം എന്തായി, അല്ലെങ്കിൽ ഞാൻ ചോദിച്ച കാര്യം എന്തായി, ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ഇനി അഥവാ ഗ്രൂപ്പിൽ ചോദിക്കാൻ നിങ്ങൾക്ക് മടിയുണ്ടെങ്കിൽ അവരോട് പേഴ്സണൽ മെസ്സേജ് ചോദിക്കുക. പിന്നെ എവിടെയൊക്കെ അവരെ കാണുന്നുണ്ടോ അവർ ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചോദിക്കാൻ തുടങ്ങുക. ഒരു 3 തവണ ചോദിച്ചാൽ മതി. പിന്നെ അവർ നിങ്ങളെ കാണാതെ ഒളിച്ചു നടക്കാൻ തുടങ്ങും. കല്യാണത്തിന്റെ കാര്യത്തിലും ഇത് തന്നെ ഉപയോഗിക്കാം. കല്യാണം നടക്കണമെങ്കിൽ സ്ത്രീധനം കൊടുക്കണം. സ്ത്രീധനത്തിന് ഒരു 5 ലക്ഷം രൂപയുടെ കുറവുണ്ട്, അതൊന്ന് തന്ന് സഹായിച്ചാൽ മതി. പക്ഷേ ഒരു കാര്യം ഓർക്കുക, ഈ ചോദ്യം ഒരു തവണ ചോദിച്ച് വിടരുത്. അങ്ങനെ ആകുമ്പോൾ അതൊരു തമാശയായിട്ട് അവരെടുക്കൂ. സീരിയസ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുക, അവരെ കുത്തിക്കൊണ്ടിരിക്കുക. അവർ നിങ്ങളെ എത്ര കുത്തുന്നോ അതിനെ ഡബിളായിട്ട് കുത്തിക്കൊണ്ടിരിക്കുക. പിന്നെ അവർ നിങ്ങളെ കണ്ട് വഴിമാറി നടക്കാൻ തുടങ്ങും. വളരെ സിമ്പിളാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ.